ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ചെക്കിലെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ സ്റ്റോറി ടൈമാണ്. 2020 മാർച്ചിൽ ഞാൻ കോളേജ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഓക്കെ, ഞാൻ ദേവഗിരി കോളേജിലാണ് പഠിച്ചത്, കോഴിക്കോട്. അവിടെ BA മാസ് കമ്മ്യൂണിക്കേഷനിൽ ബാച്ചിലേഴ്സ് ആണ് ചെയ്തത്. അപ്പോൾ കോളേജ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു ആഗ്രഹമായിരുന്നു പുറത്തു പോയിട്ട് മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന്. അതായത് നമ്മൾ ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം, അത് അത്യാവശ്യം ഏൺ ചെയ്യുക, സ്ഥലങ്ങളൊക്കെ കാണാം ഒക്കെ കൊണ്ട് നല്ലൊരു ഓപ്ഷനാണ് അബ്രോഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ലെവലിലാണ് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് UK ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ UK ട്രെൻഡിങ് ആയി വരുന്ന സമയമാണ്. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, UK തന്നെ അപ്ലൈ ചെയ്തു. UK 1-2 യൂണിവേഴ്സിറ്റീസിലൊക്കെ എനിക്ക് ഓഫർ ലെറ്റർ വന്ന് ഞാനൊരു ഏജൻസിനെ സമീപിച്ച് അവരെനിക്ക് എന്താക്കി അപ്ലൈ ചെയ്ത് എനിക്ക് 2-3 ഓഫർ ലെറ്റർ കിട്ടി. പക്ഷെ എനിക്ക് ആ കോഴ്സിന് പോകാൻ പറ്റിയില്ല. ഓക്കെ, UK പ്ലാൻ അങ്ങനെ അവിടെ ഇങ്ങനെ ഡ്രോപ്പായി. അങ്ങനെ നമ്മളുള്ളിൽ ഈ കാര്യം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് തോന്നി നമ്മളൊക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലേ, അപ്പൊ നമുക്ക് എന്താക്കാം, യൂറോപ്യൻ കൺട്രീസ് നോക്കാം. അതാകുമ്പോൾ ചെലവ് കുറവാണ്, ലിവിങ് എക്സ്പെൻസ് കുറവാണ്, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ എത്താം, അവിടെ എത്തിയിട്ട് ബാക്കി ഓപ്ഷൻസ് നോക്കാം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താക്കി, ലാറ്റ്വിയ, പോളണ്ട്, ലിത്വേനിയ, അതേപോലെ കുറച്ച് ഫ്രാൻസ്, അതേപോലെ യൂറോപ്പിലെ കുറച്ച് കൺട്രീസ് ഒക്കെ നോക്കാൻ തുടങ്ങി. പക്ഷെ അതിലൊന്നും നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല എന്താന്നുള്ളത് അപ്പോഴൊന്നും എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഏതിലേക്കാണ് നമ്മൾ പോകേണ്ടത്, ഏത് കൺട്രിയിലേക്കാണ് പോകേണ്ടത്, അല്ലെ ഏത് കോഴ്സാണ് എടുക്കേണ്ടത്, അപ്പോഴും സ്റ്റിൽ സെർച്ച് ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇറ്റലിനെ കുറിച്ച് അറിഞ്ഞു. ഓക്കെ, അത് 2022 സംഭവം. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നമ്മളൊരു കമ്പനി തുടങ്ങി. നമുക്ക് കുറച്ച് ഒരു മീഡിയ LA ക്രിയേറ്റീവ്സ് എന്ന് പറഞ്ഞ മീഡിയ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായും. അതിൽ തന്നെ നമുക്ക് നമ്മുടെ കോളേജിന്റെ വർക്ക് ഫസ്റ്റ് കിട്ടി, ആഫ്റ്റർ മൂവീസും കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ കുറെ കോളേജുകളെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അൽഹംദുലില്ലാ. നമുക്ക് ഈ ഒരു മീൻ ടൈമിൽ എന്ത് ചെയ്തു എന്നുള്ള ഒരു സംഭവമാട്ടോ പറയുന്നത്. അപ്പം കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ആ ഒരു റൂട്ട് അൽഹംദുലില്ലാ നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയി. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്, നമുക്ക് പുറത്തു പോയി പഠിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റലിന്റെ കാര്യം നമ്മൾ അറിയുന്നത്. ഇറ്റലിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് ഇറ്റലിയിൽ സ്കോളർഷിപ്പ് കിട്ടും. ആ സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അവിടെ ട്യൂഷൻ ഫീസും ഇല്ല, പിന്നെ അതേപോലെ നമുക്ക് എന്താണ് അക്കോമഡേഷന്റെ കോസ്റ്റും ഇല്ല. ഒരു മാസം അല്ല കൊല്ലത്തിൽ ഒരു 4-5 ലക്ഷം റുപ്യന്റെ അടുത്ത് നമുക്ക് നമ്മളെ കൈമല് കിട്ടും. അതിൽ ഈ അക്കോമഡേഷൻ്റെതും ഫുഡിൻ്റെതും ഒക്കെ പോകട്ടോ, ഫീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടും, ആ ടോട്ടൽ എമൗണ്ടിന്ന്. എന്നാലും നമുക്ക് എന്താണ്, നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ഫീസ് വരുന്നില്ല, ബാക്കി ലിവിങ് എക്സ്പെൻസിന്റെ ചെലവ് വരുന്നില്ല. അപ്പൊ എന്തുകൊണ്ടും ഇറ്റലി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് അന്നേരം തോന്നി. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. എനിക്ക് മാർക്ക് കുറവ് ചെയ്യും, പക്ഷെ ഞാൻ എന്നാലും ആ ഒരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തു. ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഓക്കെ, അപ്പം ഇറ്റലിന്റെ വിസ ആപ്ലിക്കേഷൻ വെക്കാനുള്ള എല്ലാ പരിപാടികളും സെറ്റായി. അങ്ങനെ 2023-22 ആ ഏതോ ഒരു കൊല്ലം ഞാൻ എന്താക്കിയിട്ടുണ്ട്, 23 തോന്നുന്നു, ഇറ്റലിന്റെ അപ്ലിക്കേഷൻ വെച്ചു. ഇറ്റലിന്റെ അപ്ലിക്കേഷൻ വെച്ചപ്പോൾ എന്റെ പൊന്നുമക്കളെ ഞാൻ പറയട്ടെ, ഇറ്റലി എന്ന കൺട്രിയിൽ വിസ കിട്ടാൻ ഭയങ്കര പണിയാണ്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല്, അത് ഈ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഫിൽട്ടർ ചെയ്തിട്ടാണ് ഓരോ കാൻഡിഡേറ്റ്സിന് എടുക്കുന്നത്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ അതിലെ വിസക്ക് വെക്കുമ്പോൾ നമ്മളെ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് എന്നുള്ള സംഭവം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മളെ അക്കൗണ്ടിലേക്ക് ഒരു 10 റുപ്യ അല്ലെങ്കിൽ ഒരു 100 റുപ്യ വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വന്നു, ആര് തന്നു എന്നുള്ള അത്രയും നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കും. അത്രയും ഇതായിട്ടാണ് ആ പ്രോസസ്സ് ഉള്ളത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം കേട്ടോ. പിന്നെ ITR അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇന്റർവ്യൂ ഉണ്ട്. അതിലും ഇന്റർവ്യൂ ഒന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന യൂണിവേഴ്സിറ്റി, പിന്നെ അതേപോലെ നമുക്ക് കിട്ടുന്ന പിന്നെ എന്താ പറയാ, നമുക്ക് കിട്ടുന്ന യൂണിവേഴ്സിറ്റി അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റി. പിന്നെ നമുക്ക് ഈ ഫിനാൻഷ്യൽ നീഡ്സ് ഒക്കെ, പിന്നെ ഗവൺമെന്റിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെ ഫാദർ മദർ, അതേപോലെ നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവർക്കും അല്ലാത്തവരും പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാം, കുറച്ചും കൂടി അങ്ങനെയുള്ളവർക്കാണ് ഇറ്റലി ഒന്നും കൂടി ചാൻസ് കൂടുതലായിട്ട് വിസ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഇറ്റലിന്റെ കേസിൽ ഇന്ത്യന്റെ ഏകദേശം ഒരു 6-7 മാസം അങ്ങനെ പോയി. ഇറ്റലി കിട്ടും അല്ലെ ഇറ്റലിയിലേക്ക് പോവാന്നുള്ള ലെവലിൽ
അഡ്മിഷൻ കിട്ടിയല്ലോ, നമുക്ക് വിസ കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ നമുക്ക് വിസയും കൂടി കിട്ടുന്നു, പക്ഷെ വിസയും കിട്ടിയില്ല. അങ്ങനെ നമ്മളൊരു 5-8 മാസം അങ്ങനെ പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇറ്റലിന്റെ വേറൊരു കേസ് എന്താ വെച്ചാൽ, നമ്മൾ വിസക്ക് സബ്മിറ്റ് ചെയ്ത് 2 മാസം ഞാൻ അങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുക, ഇതിന്റെ ഒരു റിസൾട്ട് വരാൻ വേണ്ടി. ഇതിപ്പോ കിട്ടിയോ കിട്ടിയില്ലേ? അങ്ങനെ അവസാനം VFS ലെറ്റർ വന്നപ്പോ അത് കിട്ടി, ബോധിച്ച് സമാധാനമായി. ഓക്കെ, അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തായി, ഞാൻ പറഞ്ഞില്ല നമ്മൾ നേരത്തെ ഒരു കമ്പനി ഉണ്ട്, അപ്പൊ നമ്മളെ വർക്കും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയി. പക്ഷെ അപ്പോൾ നമ്മളെ മനസ്സിൽ എന്തുണ്ട്, പുറത്ത് പോയി പഠിക്കണം, എങ്ങോട്ടെങ്കിലും പോകണം, ഇങ്ങനെ ട്രാവൽ ചെയ്യണം, കുറച്ച് ഏൺ ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. ഓക്കെ, അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. ഓന് കഫേയിൽ എന്തോ പ്രിന്റ് എടുക്കാൻ എന്തോ വന്നെങ്കിൽ, പ്രിന്റ് എടുക്കാൻ വന്നപ്പോ ഓന്റെ കൈമിൽ ഒരു ഓഫർ ലെറ്റർ ഉണ്ട്. അപ്പൊ ഈ ഓഫർ ലെറ്റർ കാര്യങ്ങൾ കാണുമ്പോൾ അവള് പെട്ടെന്ന് ശ്രദ്ധിക്കല്ലോ, കാരണം നമ്മളിത് ഇങ്ങനെ നോക്കിക്കൊണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ എങ്ങോട്ടാ പോകുന്നത്, ഇത് ഏത് കൺട്രിയിലേക്കാണ്, ഏതാണ് കോഴ്സ്? അപ്പൊ അവൻ പറഞ്ഞു, ഞാനിങ്ങനെ ചെക്കിലേക്കാണ് പോകുന്നത്, ഇന്ന യൂണിവേഴ്സിറ്റി ആണ്, ഇപ്പൊ ഞാൻ വിസക്ക് വെക്കാൻ പോകണം, അതിന് പ്രിന്റ് എടുക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓന്റെ അടുത്ത് ഓന്റെ നമ്പർ വാങ്ങി, ഓന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചു. അപ്പോ അങ്ങനെ അത് അവിടെ കഴിഞ്ഞു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്കിങ്ങനെ എനിക്ക് തോന്നി ഇവരൊന്ന് മെസ്സേജ് അയച്ചു നോക്കിയാലോ എന്ന്. അങ്ങനെ ഓന് മെസ്സേജ് അയച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു, ബ്രോ എങ്ങനെയാണ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ, ചെക്കിലേക്ക് വരാൻ എന്താ കഥ കാര്യങ്ങളൊക്കെ. അത് 2023 ഒരു പകുതിയൊക്കെ ആവുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഞാൻ ചെക്കിലേക്ക് ചോദിച്ചു. അപ്പം ഓൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഫ്രണ്ടിനെ കണക്ട് ചെയ്ത് ഇപ്പൊ 30 കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. വെറുതെ അല്ല കേട്ടോ, നമ്മുടെ സർവീസ് ചാർജ് കൊടുത്തിട്ട് തന്നെ. പക്ഷെ നാട്ടിലെ ഏജൻസികളെ മാതിരി അത്രത്തോളം സർവീസ് ചാർജ്, എന്നാലും മോശമല്ലാത്തൊരു സർവീസ് ചാർജ് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നല്ല സർവീസ് ചെയ്യും മൂപ്പർ തന്നത്, ഒരു വിഷയമില്ല. ആ സർവീസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, പ്രോപ്പർ ആയി എല്ലാ കാര്യങ്ങളും. അങ്ങനെ എന്താക്കി, ചെക്കിലേക്ക് നമ്മൾ ഫൈനൽ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി, നമ്മളിങ്ങനെ കുറെ കൺട്രീസും കാര്യങ്ങളൊന്നും ഇങ്ങനെ നോക്കി നടന്നിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു കൺട്രി ഫിക്സ് ചെയ്യുക, അതിൽ മാക്സിമം നമ്മൾ എന്താക്കുക, നമ്മളെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കി ചെയ്യുക, ഡോക്യുമെന്റ്സും കാര്യങ്ങളും പ്രിപ്പയർ ആക്കുക. അങ്ങനെ ചെക്കിലേക്കുള്ള അഡ്മിഷനും ആപ്ലിക്കേഷനും കൊടുത്തു, യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് എന്താണ് ഓഫർ ലെറ്ററും കാര്യങ്ങളും വന്നു. പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ എന്നുള്ള ഒരു പരിപാടി ഉണ്ട് ചെക്കിൽ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് നമ്മളെ നാട്ടിലത്തെ ക്വാളിഫിക്കേഷൻ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഓക്കെ ആണോ എന്നുള്ള, അതായത് എൻ്റെ ഡിഗ്രി ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഓക്കെ, അതും പാസ്സായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു ഇതായിരുന്നു പിന്നെ എംബസിയിലേക്ക് ഡേറ്റ് കിട്ടുക എന്നുള്ളത്. എംബസിയിലേക്ക് ഡേറ്റ് കിട്ടാൻ ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെക്കിലേക്ക്. അതായത് ഡയറക്റ്റ് എംബസി ഇന്റർവ്യൂ ആണ്, VFS അല്ല. അപ്പൊ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ഡേറ്റ് കിട്ടാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഡേറ്റ് കിട്ടി. ഞാൻ ഒരു 2023 ലാസ്റ്റിലാണ് ഞാൻ എന്താക്കുന്നത്, വിസക്ക് വെക്കുന്നത്. ചെക്കിലേക്കുള്ള വിസക്ക് വെച്ചു. ഒരു 1 മന്ത്, ഒരു മാസം 5 ദിവസത്തിനുള്ളിൽ എന്റെ വിസ കിട്ടി എന്നുള്ള മെയിൽ എനിക്ക് വന്നു. അൽഹംദുലില്ലാ. കുറെ കാലത്തെ കാത്തിരിപ്പിന് ഞാൻ പറയട്ടെ, 2020 നമ്മൾ കഥ പറയാൻ തുടങ്ങിയല്ലേ. 2020 2023 ലാസ്റ്റ്. ഓക്കെ, നിങ്ങൾ ആലോചിക്കണം, 3 കൊല്ലത്തോളം നമ്മളിങ്ങനെ ട്രൈ ചെയ്തോണ്ട്, അതും നോക്കാത്ത രാജ്യങ്ങളില്ല, ചോദിക്കാത്ത ഏജൻസികളില്ല. അത്രത്തോളം നമ്മൾ എന്താക്കിയാണ് ഇതിനു വേണ്ടിയിട്ട്, എന്താ പറയാ, നമ്മൾ അത്രത്തോളം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ എനിക്ക് എന്താക്കി, ചെക്കിലെ വിസ കിട്ടി, യൂറോപ്യൻ വിസ കിട്ടി, ഷെങ്കൻ വിസ കിട്ടി. അപ്പൊ ഇങ്ങോട്ട് വരാനുള്ള ഇതിലായി. അപ്പൊ ഇതില് ഫീസ് കാര്യങ്ങള്, എന്റെ യൂണിവേഴ്സിറ്റിയിൽ ഫീസ് വരുന്നത് 2500 യൂറോ ആണ്. പിന്നെ അതിന്റെ അപ്പുറം തന്നെ നമുക്ക് ഇൻഷുറൻസിന് 50,000, അങ്ങനെ കുറെ ചെലവുകളുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായി സോർട്ട് ചെയ്ത് അങ്ങനെ എന്താക്കി 2024 മാർച്ച് മാസം ഞാൻ എന്താക്കി, ചെക്കിൽ ലാൻഡ് ചെയ്തു എന്റെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഈ അബ്രോഡ് എഡ്യൂക്കേഷൻ നോക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, നിങ്ങൾ മാക്സിമം എന്താക്കുക, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. നിങ്ങൾ ഏജൻസി ത്രൂ ആണ് നോക്കുന്നത്, നിങ്ങൾ ഏജൻസി ത്രൂ നോക്കിക്കോളി. ആ ഏജൻസി ത്രൂ പോയ ആളുകളെ അടുത്ത് നിങ്ങൾ അഭിപ്രായം ചോദിക്കുക. ബ്രോ, ഈ ഒരു ഏജൻസിയാണ് നിങ്ങൾ പോയതല്ലേ, നിങ്ങൾ എന്താണ് ഓരോ സ്ഥിതി, പോലെ നമുക്ക് സർവീസ് നല്ലതായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആളെ കിട്ടിയില്ല, നിങ്ങൾ ഏജൻസിനോട് ചോദിക്കുക. എനിക്ക് അവിടെ നിങ്ങൾ ത്രൂ പോയ ഏതെങ്കിലും സ്റ്റുഡൻസിന്റെ 1-2 ആൾക്കാരെ, ഒറ്റ ആളുടെ മാത്രമല്ല 1-2 ആൾക്കാരെ എന്താക്കുക, കോണ്ടാക്ട്സ് വാങ്ങാൻ ചോദിക്കുക, എങ്ങനെയുണ്ട് കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെ സെൽഫായിട്ട് അപ്ലൈ ചെയ്യെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. എന്താ വെച്ചാല് നമ്മൾ തന്നെ പഠിച്ച്, പക്ഷെ കുറച്ച് ടൈം എടുക്കും, കുറച്ച് കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്യും. അതിനൊക്കെ നമുക്ക് മൈൻഡ് സെറ്റ് റെഡി ആക്കി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം. ഓക്കെ, അപ്പോ
UK നോക്കി, ഫ്രാൻസ് നോക്കി, അയർലാൻഡ് നോക്കി, മാൾട്ട നോക്കി, ലാറ്റ്വിയ നോക്കി, പോളണ്ട് നോക്കി, അവസാനം ഇറ്റലിയിലേക്ക് വിസയും കൊണ്ടുപോയി വെച്ച് അതും കിട്ടിയില്ല. അവസാനം ഞാൻ എന്താക്കി, ചെക്കിലെത്തി. അപ്പൊ ഇതിന്ന് ഞാൻ മനസ്സിലാക്കി, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കും എന്തായാലും ഒരു സമയം നമ്മളെ സമയം വരും. അപ്പൊ എല്ലാവരും മാക്സിമം എന്താക്കുക, റിസർച്ച് ചെയ്യുക, എവിടാണ് ഓപ്ഷൻസ് ഉള്ളത് നോക്കുക. പിന്നെ കുറെ പൈസ കൊടുത്ത്, അതായത് ലക്ഷങ്ങൾ കൊടുത്ത് ഫീസ് കൊടുത്തിട്ട് നമ്മൾ ഒരു കൺട്രിയിൽ വരുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ചെറിയ ചെലവിൽ വന്നിട്ട് നമുക്ക് ഒന്ന് ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ, എന്റെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യുന്നതല്ല ഒന്നുകൂടി നല്ലത്. ഓരോ കൺട്രി, ഞാൻ ഇപ്പൊ ചെക്കിൽ വന്നതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള കൺട്രീസിൽ അത്ര പേയ്മെന്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ എനിക്ക് ചെക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ വിസന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എനിക്ക് ബാക്കിയുള്ള എല്ലാ കൺട്രീസിലേക്കും എനിക്ക് പോവാം. എന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് എന്റെ സ്റ്റേ ബാക്കിന്റെ ടൈമിൽ എനിക്ക് ബാക്കിയുള്ള എല്ലാ കൺട്രീസിലും എനിക്ക് വർക്ക് നോക്കും ചെയ്യാം. ഓക്കെ, അതൊക്കെ എത്രത്തോളം പോസിബിൾ ആണെന്നുള്ള ഒരു കാര്യം വേറെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രത്തോളം ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു ബജറ്റിൽ നമുക്ക് വരാൻ പറ്റി, ലിവിംഗ് എക്സ്പെൻസ് കുറവുള്ള ഒരു രാജ്യത്ത് എത്താൻ പറ്റി കഴിഞ്ഞാൽ ഇനീഷ്യലി നമ്മളുള്ള ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവായിരിക്കും. ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ എന്താക്കാൻ പറ്റും, നമുക്ക് മാക്സിമം നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾ നോക്കാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഒരു ചെറിയൊരു ജേണിയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ സംസാരിക്കുക. നമ്മൾ കമന്റിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങളോട് പറയും. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ കൈയാണ്. നമ്മൾ സീ യു ഗൈസ്, ബൈ ബൈ.